പിണറായി വിജയൻ തന്നെ മൂന്നാമതും മുഖ്യമന്ത്രിയായി എത്തണം, തുടർഭരണം LDF-ന് വേണമെന്നാണ് പാർട്ടി വിട്ട് പോവുകയും, അതായത് പാർട്ടിയിൽ മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുകയും അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സുധാകരന്റെ ആത്യന്തികമായ ഇഷ്ടം. പിണറായി വിജയനോടോ സർക്കാരിനോടോ അദ്ദേഹത്തിന് ശത്രുതയൊന്നുമില്ല. അദ്ദേഹത്തിന് ആകെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ, ആലപ്പുഴയിലെ കുറെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ, അവരൊക്കെയാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ. അദ്ദേഹം എതിർക്കുന്നത് തൻ്റെ മണ്ഡലത്തിൽ തന്നെ കരുവാരി തേച്ച, തന്നെ ഉപദ്രവിച്ച കുറച്ച് CPM-കാരുണ്ട്. അവന്മാർക്കെതിരെയാണ് സുധാകരന്റെ പോരാട്ടം. മാത്രമല്ല, തുടങ്ങി വെച്ച വികസന പദ്ധതികൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യവും അതൊരു നല്ല ലക്ഷ്യം തന്നെയാണ്. ഇനി ഈ സുധാകരൻ മുഖ്യമന്ത്രിയായി പിണറായി തന്നെ വരണം, തുടരണം, ഇടതുമുന്നണി തന്നെ ഭരണത്തിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിന് UDF എങ്ങനെ പിന്തുണ നൽകും എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. UDF അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമോ? സുധാകരൻ ഒരു UDF-ന് ഒരു കൊസ്രാക്കൊള്ളിയാകുമോ എന്നതൊരു രസകരമായ രാഷ്ട്രീയ ചോദ്യം തന്നെയല്ലേ. UDF കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവര് ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടില്ല. ചർച്ചകൾ സുധാകരനുമായി ചർച്ചകൾ നടത്തണം. അമ്പലപ്പുഴയിൽ UDF-ന്റെ പിന്തുണ സുധാകരന് നൽകണമോ വേണ്ടയോ എന്ന് അമ്പലപ്പുഴയുള്ള കോൺഗ്രസ് പ്രവർത്തകരോടും UDF ഭാരവാഹികളോടും ഒക്കെ ചോദിക്കണം. അങ്ങനെയൊക്കെ ചോദിച്ച് കഴിഞ്ഞൊരു ധാരണ, സമവായത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ സുധാകരനുമായി ഒരു സമവായത്തെ ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ. അപ്പോൾ ഇലക്ഷൻ ഇനിയിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഈ നടപടിക്രമങ്ങളൊക്കെ അങ്ങ് നടന്നുകൊള്ളും. പക്ഷേ സുധാകരന്റെ മനസ്സിലുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ തന്നെയാണ്. അവിടെ എത്തുമ്പോൾ VD സതീശൻ എന്ത് ചെയ്യും? VD സതീശൻ എങ്ങനെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്ന ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നതാകട്ടെ, അല്ലെങ്കിൽ CPM നേതാവിനെ എങ്ങനെ പിന്തുണയ്ക്കും VD സതീശനും കോൺഗ്രസും? അതൊരു വലിയ ചോദ്യമായാണ് അമ്പലപ്പുഴയിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ജനാധിപത്യ വിശ്വാസികളും നോക്കിക്കാണുന്നത്. അപ്പോൾ UDF-ന്റെ പിന്തുണ സുധാകരന് ലഭിക്കണമെങ്കിൽ എന്തു വന്നാലും UDF പിന്തുണയോടെ സ്വതന്ത്രനായി ജയിച്ചു വന്നാൽ നിയമസഭയിൽ UDF-ന് അനുകൂലമായി കൈ ഉയർത്തേണ്ടി വരും എന്നത് സുധാകർജിക്ക് അറിയാത്തതല്ലല്ലോ. സുധാകരൻ അറിയാമത്. കോൺഗ്രസ്സുകാരെ തന്നെ പിന്തുണച്ചാൽ അവിടെ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കൈ ഉയർത്തണം. ഇനിയിപ്പോൾ പിണറായിക്കാണ് ഭരണം ലഭിക്കുകയെങ്കിൽ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും. പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് ഈ ഭരണപക്ഷത്തെ എതിർക്കേണ്ടി വരും. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുകയും ഒരു പ്രതിപക്ഷ സ്വരത്തോടു കൂടി സ്വതന്ത്ര MLA ആയി സുധാകരൻ ഇരിക്കുമോ? അപ്പോൾ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, സുധാകരൻ വിജയിച്ചു വന്നാൽ സുധാകരൻ നിയമസഭയിൽ ആർക്കൊപ്പമായിരിക്കും? കോൺഗ്രസിനൊപ്പമായിരിക്കുമോ, പിണറായിക്കൊപ്പമായിരിക്കുമോ? എന്തു വന്നാലും പിണറായി വിജയൻ തന്നെയാണ് ഇടതുമുന്നണിയെ നയിക്കുകയെന്ന് CPM അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജയിച്ചു വന്നു കഴിഞ്ഞാൽ, അതായത് ഭരണം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനല്ലാതെ മറ്റൊരു പേരും ഇപ്പോൾ ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടില്ല, CPM-ഉം ചർച്ച ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ പിണറായി വിജയന് വേണ്ട എന്ന് പറയും, ഈ സ്ഥാനത്തേക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുമെന്ന് പിണറായി വിജയനും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ സുധാകരൻ എവിടെയായിരിക്കും? സുധാകരന്റെ സ്ഥാനം എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ. അപ്പൊ സുധാകരനെ അമ്പലപ്പുഴയിലെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരും, അല്ലെങ്കിൽ പാർട്ടിക്ക് എതിരെ നിൽക്കുന്ന ആളുകളും, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ദ്രോഹം ഉണ്ടായി എന്ന് ആഗ്രഹിക്കുന്നവരും, പാർട്ടി നേതൃത്വത്തെ ഒന്നടങ്കം നിശിതമായി വിമർശിക്കുന്നവരും, സർക്കാർ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളുമൊക്കെ സുധാകരന് വോട്ട് ചെയ്ത് സുധാകരൻ ജയിക്കട്ടെ. അദ്ദേഹം ജയിക്കുമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. 2000-ഓളം കുടുംബാംഗങ്ങൾ തന്നെ മണ്ഡലത്തിന്റെ ചുറ്റും കുടുംബസമേതം താമസിക്കുന്നുണ്ട്. അവര് ഇറങ്ങി പ്രവർത്തിച്ചാൽ മതി, അല്ലെങ്കിൽ മണ്ഡലത്തിന് അകത്തുള്ള തൻ്റെ സുഹൃത്തുക്കൾ ഇറങ്ങി ഒന്ന് പ്രവർത്തിച്ചാൽ മതി, താൻ ജയിക്കുമെന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. ഒരു വെല്ലുവിളി ഉയർത്തുകയാണ് CPM-ന്. പ്രത്യേകിച്ച് സലാമിനെതിരെ ആയിരിക്കും സുധാകരൻ വാളോങ്ങി മത്സരിക്കേണ്ടി വരിക. സലാമാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ, അല്ല ഇപ്പോൾ സുധാകരൻ മത്സരിക്കുന്നത് കൊണ്ട് സലാമിനെ നിർത്തിക്കഴിഞ്ഞാൽ സലാം തോക്കും. കാരണം സലാം ഒരു കാലുവാരിയാണ്. സുധാകരൻ മുഴുവൻ പാരയും വെച്ചത് സലാമാണ്. അതുകൊണ്ട് സലാമിന് പകരം VS അച്യുതാനന്ദന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കാം എന്നൊരു ചിന്തയും ഇടതുമുന്നണിക്കകത്തും CPM-നകത്തും ഉണ്ട്. അതൊന്നും ചർച്ചയിൽ വരുന്നതേ ഉള്ളൂ. അതിനൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല, കൃത്യമായ പേര് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് സുധാകരൻ സലാമിനെ തോൽപ്പിച്ച്, അല്ലെങ്കിൽ അവിടെയുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് നിയമസഭയിൽ എത്തുന്നു എന്നിരിക്കട്ടെ.
പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ജി സുധാകരൻ പിണറായിക്കെതിരെ സംസാരിക്കുമോ എന്നത് വലിയ ചോദ്യമാണ്. കാരണം പിണറായിയാണ് തന്റെ മുഖ്യമന്ത്രി എന്ന് ഇന്നലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, സർക്കാരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സർക്കാരിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുകയും ചെയ്തു. അതൊരു ഇരട്ടത്താപ്പല്ലേ എന്ന് സഖാവിനോട് ചോദിച്ചാൽ സഖാവിന് ചിലപ്പോൾ ദേഷ്യം വരും, അരിശം വരും, കവിയാണ്, ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു എന്നും വരും. ഈ ഒരു ഈ ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സുധാകരനെയും അലട്ടുന്നുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്, അമ്പലപ്പുഴ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു സംഭവം തന്നെയായിരിക്കും. കാരണം എന്താണ്, ഇടതുമുന്നണിയെയും അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും കമ്മ്യൂണിസത്തെയും ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അതിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി സ്വതന്ത്രനായി കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്നു കഴിഞ്ഞാൽ നിയമസഭയിൽ പ്രതിപക്ഷത്താണ് ഇരിക്കേണ്ടി വരികയാണെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യും എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇനിയിപ്പോൾ ഭരണമുന്നണിയുടെ ഭാഗമായി മാറുകയാണെങ്കിൽ, UDFന്റെ ഭാഗമായി മത്സരിച്ച് ഭരണമുന്നണിയുടെ ഭാഗമായി മാറുകയാണെങ്കിൽ സ്വതന്ത്രനായി ജയിച്ച ജി സുധാകരന് മന്ത്രി പദവി ലഭിക്കുമോ എന്നൊക്കെ ഉള്ള ചിന്തകൾ ഇങ്ങനെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇങ്ങനെ കാറ്റിൽ പറന്ന് നടക്കുന്നുണ്ട്. ഏതായാലും സുധാകരൻ മത്സരിക്കട്ടെ, ഇടതുമുന്നണിയും മത്സരിക്കട്ടെ, ആര് ജയിക്കും ആര് തോൽക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം.